അങ്ങനെ രാജസ്ഥാനിലൂടെയുള്ള യാത്രകൾ വീണ്ടും നമ്മൾ തുടങ്ങുകയാണ്. ഇന്ന് ഒരു പുലരിക്കാഴ്ചകളിലേക്കാണ് പോകുന്നത്. മെഹ്റാൻഘട്ട് എന്ന കോട്ടയുടെ ചരിത്രം തേടിയുള്ള യാത്രയാണ് നമ്മളിന്ന് കാണുന്നതൊക്കെ ബ്ലൂ സിറ്റിയുടെ ഭാഗങ്ങളാണ്. ഇവിടെ വസിക്കുന്ന ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും ബ്രാഹ്മണ വംശത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അവർക്ക് മാത്രമേ വീടിൻ്റെ പുറംഭാഗം നിറങ്ങൾ പൂശുവാനുള്ള അധികാരമുണ്ടായിരുന്നുള്ളൂ. ചൂടിനെ പ്രതിരോധിക്കുവാനായിട്ട് നീല നിറമാണ് അവർ വീടുകൾക്ക് നൽകിയത്. ആയതിനാൽ ഇവിടം ബ്ലൂ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ വന്ന കാര്യം നടന്നു. ഇനി ഏതായാലും താഴേക്കുള്ള ഇറക്കത്തിലൂടെ പോകണം. അപ്പോൾ അത് വളരെ വളരെ ശ്രദ്ധിച്ചു വേണം. അവിടുന്ന് നമ്മൾ കയറിയിട്ട് അമ്പലം കണ്ടോ, വെള്ള കളറിലെ അമ്പലത്തിൻ്റെ അടിയിൽ കൂടി വന്നിട്ട് ഇങ്ങനെ നടന്ന് താഴെ കൂടി നടന്ന് അവിടെ കൂടി വന്നു ഇങ്ങനെ ഇവിടെ വന്നു. എന്താണല്ലേ, നമ്മൾ താമസിക്കുന്നിടത്ത് നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററോളം നടന്നാണ് തിരികെ നമ്മൾ ഇങ്ങോട്ട് എത്തിയതെന്നാണ്. ഇനി ഒരു ചായ ആവാം, അതിനുശേഷം റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് മറ്റുള്ള ആളുകളെയും കൂട്ടി വീണ്ടും കോട്ടയുടെ ഉൾഭാഗങ്ങളൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ഇനി കോട്ടയുടെ ഉൾഭാഗങ്ങളൊക്കെ കാണണം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. ഈ ഹോട്ടലിലാണ് നമ്മൾ ഇന്നലെ താമസിച്ചത്. ഇത് ഹെറിറ്റേജ് കുച്ചമാൻ ഹവേലി എന്ന ഹോട്ടലാണ്. ഇന്നത്തെ രാജകൊട്ടാരങ്ങളിൽ പലതും ഇപ്പോൾ ഹോട്ടലുകളായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. ശരി, അപ്പോൾ നമുക്ക് ഇനി കോട്ട കാണാൻ പുറപ്പെടാം. 500 വർഷം പിറകിലേക്ക് സഞ്ചരിച്ചാൽ മാത്രമേ അങ്ങോട്ട് നമുക്കെത്തുവാൻ കഴിയൂ. കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എൻട്രി ടിക്കറ്റ് എടുക്കണം. അപ്പോൾ അതെടുത്തതിന് ശേഷം അകത്തേക്ക് നമുക്ക് പോകാം. രജപുത്ര വംശത്തിലെ താഴ്വഴികളിൽ ഏറ്റവും മൂത്തതായ രഥോർ വംശത്തിൽപ്പെട്ട രാജാവിൻ്റെ പൂർവികരായിരുന്നു കുനൂജ് എന്ന പ്രദേശം ഭരിച്ചു പോന്നത്. അഫ്ഗാൻ ആക്രമണത്തിൽ പരാജിതരായ ഇവർ കുനൂജിന് 1000 കിലോമീറ്റർ വടക്ക് മാറിയുള്ള മാൻഡോർ എന്ന ഈ പ്രദേശത്തിലേക്ക് എത്തിപ്പെടുകയും ഇവിടെ ഒരു കോട്ട സ്ഥാപിക്കുകയും ചെയ്തു. മെഹ്റാൻഘട്ട് എന്ന വാക്കിനർത്ഥം സൂര്യകൊട്ടാരം എന്നാണത്രേ. 410 അടി ഉയരമാണത്രേ ഈ കോട്ടയ്ക്ക്. 7 കവാടമാണ് ഈ കോട്ടയുടെ പല ഭാഗത്തായിട്ട് ഉള്ളത്. ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെയാണ് ഇവിടെ നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വാതിലൊന്ന് കാണാം. അങ്ങനെ കുത്തനെയുള്ള കയറ്റം കയറി എല്ലാവരും ക്ഷീണിതരാണ്. ഇനി അല്പം സംഗീതം ആസ്വദിക്കാം. നമ്മൾ കയറി ചെല്ലുന്നത് ഒരു മനോഹരമായ മ്യൂസിയത്തിലേക്കാണ്. മ്യൂസിയം എന്ന് പറയുമ്പോൾ ഇതും ഒരു വിപുലമായ ശേഖരമാണ് ഇവിടെ ഉള്ളത്. അത് നമ്മൾ കണ്ടു തന്നെ അറിയണം. വളരെ ചിട്ടയോടും അടുക്കി വച്ചിരിക്കുന്ന ഒരു മ്യൂസിയത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അന്നത്തെ രാജാക്കന്മാരുടെ ആടയാഭരണം മുതൽ യുദ്ധ കോപ്പുകൾ വരെയുണ്ട്. എല്ലാം നമ്മൾ ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകളിലൂടെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇനി കാണുന്നത് യുദ്ധസാമഗ്രികളൊക്കെ അടുക്കി വച്ചിരിക്കുന്ന ഒരു ഇടമാണ്. യുദ്ധമോഹികളായിട്ടല്ല ആളുകൾ പട്ടാളത്തിൽ ചേരുന്നത്. യുദ്ധത്തിൻ്റെ ആവശ്യകത പലപ്പോഴും ഭരണകർത്താക്കൾക്ക് മാത്രമാണ്. ആഡംബരവും അത്യാഗ്രഹവുമാണ് അന്യദേശങ്ങളിലേക്ക് അവരുടെ കണ്ണുകളെ കൊണ്ടെത്തിക്കുന്നത്. യുദ്ധം സർവനാശം തന്നെ. ഇനി ഇങ്ങനെ ചുറ്റി പോകുന്ന ഗോപിണി കയറി മേലേക്ക് ചെന്നാൽ ഒരു അത്ഭുത കാഴ്ചയിലേക്കാണ് എത്തുന്നത്. സ്വർണത്തിൻ്റെ ഇന്നത്തെ വില നമ്മൾക്കറിയാം. അപ്പോൾ സ്വർണം കൊണ്ടുള്ള ഒരു കൊട്ടാരം ഒന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇത് സ്വർണമാണ്, തനിത്തങ്കം.
ഇനി നമ്മൾ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. അതാണ് നമ്മൾ അതിരാവിലെ കണ്ട ബ്ലൂ സിറ്റി. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പടക്കോപ്പുകൾ നിറഞ്ഞ മറ്റൊരു ഗ്യാലറിയിലേക്ക് കടക്കുകയാണ്. അത്യാഡംബരപൂർണമായ അന്നത്തെ രാജാക്കന്മാരുടെ ജീവിതം വളരെ അസൂയയോടെ നോക്കി തിരികെ പോരുകയാണ്. കണ്ണെത്താത്ത കാഴ്ചകൾ അവശേഷിക്കുമ്പോൾ യുദ്ധങ്ങളില്ലാത്ത സമാധാനമായ ഒരു അന്തരീക്ഷം ഇനിയും ഉണ്ടാകും എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് തൽക്കാലം വിടവാങ്ങാം. മെഹ്റാൻഘട്ടിലെ കാഴ്ചകളോടൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു കാഴ്ചകൾക്കായി പോകേണ്ടതുണ്ട്. ഇപ്പോൾ ജോധ്പൂരിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും ബൃഹത്തായ ഒരു നിർമ്മിതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഉദ്യാന കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ ഇവിടെ ചെറിയൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. നമ്മളത് എടുത്തിട്ട് നമ്മളങ്ങനെ പോവുകയാണ്. ഇത് ഉമ്മൈദ് ഭവൻ എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വകാര്യ വസതികളിലൊന്നാണ്. ഇതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ഹെറിറ്റേജ് ഹോട്ടലാണ്. താജ് ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണത്. അതുകൊണ്ട് താജ് ഉമ്മൈദ് ഭവൻ എന്നാണ് ഈ ഹോട്ടൽ അറിയപ്പെടുന്നത്. അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല. നമ്മൾ ഇവിടുത്തെ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത്. എന്തായാലും മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ ഒന്ന് കാണാം. ഇതൊരു ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു മ്യൂസിയം നമ്മളിതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഓരോരോ ഘടനയും. ഉമൈദ് സിംഗ് എന്ന രാജാവാണത്രേ ഈ കൊട്ടാരം പണികഴിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെയും ചിത്രമൊക്കെ ഇവിടെ ആലേഖനം ചെയ്ത് ഭംഗിയായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. മഹാരാജ ഉമൈദ് സിംഗ് ഒരു പൈലറ്റ് കൂടിയായിരുന്നു. ജോധ്പൂർ ഫ്ലൈയിങ് ക്ലബ്ബ് തുടങ്ങി വെച്ചതിലും അദ്ദേഹത്തിൻ്റെ പങ്ക് വിസ്മരിക്കാനാവില്ല. 1952 അദ്ദേഹത്തിൻ്റെ മകനായ ഹൻവന്ത് സിംഗ് ഒരു വിമാന അപകടത്തിലാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ അപകടത്തിൽ മരണപ്പെട്ടു. സ്വർണ്ണവർണ്ണമായ ഈ കൊട്ടാരത്തിൻ്റെ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ചിത്താർ സാൻഡ്സ്റ്റോണാണ്. ഹെൻറി വോൺ ലാൻചെസ്റ്റർ എന്ന ബ്രിട്ടീഷ് വാസ്തുശില്പിയാണ് ഇതിൻ്റെ രൂപകൽപ്പനയുടെ പിന്നിൽ പ്രവർത്തിച്ചത്. പുതിയ കാഴ്ചകളും കഥകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.